അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് ഞാൻ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഇതിന്റെ ചെറിയ എനിക്കറിയാന്നുള്ള രീതിയിലുള്ള ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞുതരാം. ഇതിന്റെ പേരെന്തായിരുന്നു? അമേരിക്കൻ ഹോട്ടൽസ്. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. இந்த கோழியை பார்த்தாலே தெரியும் நல்ல டேஸ்ட். ഹലോ ഗൈസ്, ബ്ലഷിംഗ് ഡോൺ ബൈ വീണ വിനീത്. ഹലോ ഗൈസ്, ടു അവർ യൂട്യൂബ് ചാനൽ. മാറി again. ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയൊരു ബ്ലോഗ് എന്ന് വെച്ചാൽ നമുക്കൊരു എനിക്ക് തോന്നുന്നു ഈ ക്രിയേറ്റേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റർ, അതുപോലെ ഇൻസ്റ്റാഗ്രാമേഴ്സ്, യൂട്യൂബേഴ്സ്, അങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് എനിക്ക് ആക്ച്വലി എന്റെ പേഴ്സണലി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. കാര്യം ഞാൻ ഇൻസ്റ്റയിലാണ് കൂടുതലും ആക്റ്റീവ്. അപ്പൊ അന്നേരം എടുക്കുന്ന വീഡിയോസ് എല്ലാം നമ്മുടെ ആപ്പിൾ 16 Pro Maxലാണ്. അപ്പൊ അതിന് എടുത്തുകൊണ്ട് നിൽക്കാൻ ലോങ് വീഡിയോ എടുക്കുമ്പോഴൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അതിനു വേണ്ടി കുറച്ച് ടൂൾസ് ഞാൻ ഇന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ പറയാം. കാര്യം ഇത് ഞാനിപ്പോ പുതിയതായിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പൊ ഞാനും ഇത് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. നമുക്ക് ഒരുമിച്ച് നോക്കിയാലോ. ഇതാണ് ഫസ്റ്റ് സാധനം. ഇതാണ് ഇതിന്റെ മെയിൻ സാധനം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കുറച്ചു പേർക്ക് അറിയാമായിരിക്കും, കുറച്ചു പേർക്ക് അറിയില്ലായിരിക്കും. ഇത് എനിക്ക് ആക്ച്വലി കുറച്ച് നാളായിട്ട് അറിയില്ലേ ഇങ്ങനൊരു സാധനമുള്ളത്. ഇതാണ് ഗിംബൽ എന്ന് പറയുമ്പോഴത്തേനും ഇത് വെച്ച് നമുക്ക് കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ചെയ്യാം. അതായത് നമ്മളിപ്പോ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ലോങ് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ, അതായത് യൂട്യൂബിനൊക്കെ ആയിരിക്കും കുറെ കൂടെ യൂസ്ഫുൾ. അപ്പം ഈ ഗിംബൽ, ഇതിന്റെ പേരെന്തായിരുന്നു? Insta360 സംതിങ് എൽസ്, കുറച്ചും കൂടെ ഉണ്ട്. Insta360 മാത്രമല്ല, അത് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ, എന്റെ ഫുൾ നെയിം എന്താന്നുള്ളത്. ഓക്കെ, ഈ ലോക്ക് നമ്മൾ പതുക്കെ ആക്കിയിട്ട് വേണം ഇതിനെ ഓപ്പൺ ചെയ്യാൻ. പിന്നെ പതുക്കെ യെസ്. ഇപ്പൊ നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് എങ്ങോട്ട് മൂവ് ചെയ്താലും ഇതിന്റെ ഫോക്കസ് മാറിയില്ല. അതായത് നമുക്ക് ഇങ്ങനെ ഓടുമ്പോൾ ഉള്ള വീഡിയോസ് കണ്ടിട്ടില്ലേ, ഓടിക്കൊണ്ടൊക്കെ വീഡിയോ എടുക്കാനും ഒക്കെ പറ്റും. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് ഇതിൽ കുറെ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ആപ്ലിക്കേഷനും കൂടെ ഉണ്ട്. Insta360 എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനും കൂടെ ഉണ്ട്. അല്ലാതെ യൂസ് ചെയ്യാം. പക്ഷെ ഇതിന്റെ കുറെ കൂടെ അഡ്വാൻസ് ലെവലിലുള്ള ഫീച്ചേഴ്സ് വേണമെങ്കിൽ അതും കൂടെ യൂസ് ചെയ്യാം. എങ്കിൽ അതിന്റെ കറക്റ്റ് ഫീച്ചേഴ്സ് കൂടെ കിട്ടും. പിന്നെ ഇതിന്റെ അകത്തൊരു മാഗ്നറ്റ് ഉണ്ട്. ഇത് വെച്ചിട്ട് വേണം നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാൻ. ഓക്കെ, ഇത് ആക്ച്വലി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെയാണ് പ്ലേസ് ചെയ്യുക. സോറി. യെസ്, കണ്ടോ? എന്നിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഫോൺ പ്ലേസ് ചെയ്യാം. ഇത് താനെ മൂവ്മെന്റ് കൊടുത്തോണ്ടിരിക്കും കേട്ടോ. നമ്മൾ ഓൺ ആക്കിയപ്പോ നോക്കി താനെ പൊക്കോണ്ടിരിക്കും 360. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ഒരു ട്രൈപോഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയാം. നമുക്ക് നിന്നുകൊണ്ടൊക്കെ വീഡിയോ എടുക്കുകയാണ്, ഡാൻസ് വീഡിയോ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിലും ഇതിൽ തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ട്രൈപോഡും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ജോലിയും ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് ഹൈറ്റും എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഇത് വെച്ച് ഇങ്ങനെ മൂവിങ് ചെയ്യാൻ. അപ്പം ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റേഴ്സിന് കുറച്ചും കൂടി ജോലി എടുക്കാവും. എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് എന്റെ ഫീഡ്ബാക്ക് കൂടെ എന്തായാലും അറിയിച്ചേക്കാം. നിങ്ങൾക്ക് എന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിലൊന്ന് ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഗിംബൽ വെച്ചിട്ട് എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാമെന്ന് ജസ്റ്റ് ഞാൻ ചുമ്മാ റഫായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ ഇത് യൂസ് ചെയ്യും കൂടെ ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ചെറിയ ഫുഡ് ബ്ലോഗ് കൂടെ ആയാലും നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു.
എടുത്തോടാ പിന്നോടാ വിശക്കണടാ. ഇതിന്റെ പേരെന്തായിരുന്നു? അമേരിക്കൻ അമേരിക്കൻ ഹോട്ട് വിങ്സ്. ഇതൊരു വൈറ്റ് സോസ് സോറി വൈറ്റ് സോസ് കൊണ്ടുള്ള ഒരു വിങ്സ് ആണ്. ഞാൻ ഒരുപാട് വിങ്സ് വൈറ്റ് സോസ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അല്ല കഫേ ഇല്ല കൊള്ളാം. ഒരു നോർമൽ ഒരു നമ്മുടെ ഒരു ചോക്ലേറ്റ് ഡബിൾ ചോക്ലേറ്റിന്റെ ഒരു ഷേക്കാണ്. കുഴപ്പമില്ല. കഫേയുടെ പേരെന്താ? സേവർ സ്ട്രീറ്റിലോട്ട് വരികയാണെങ്കിൽ മസ്റ്റ് ട്രൈ അമേരിക്കൻ ചിക്കൻ വിങ്സ് ആണ് തോന്നുന്നു. അമേരിക്കൻ ചിക്കൻ ഹോട്ട് വിങ്സ്. ഇനി അടുത്ത വേറൊരെണ്ണം കൂടെ ട്രൈ ചെയ്യും. എന്താ പേരുന്നോ? പേര് ഓർമ്മയില്ല. ചിക്കൻ സാൻഡ്വിച്ച്. അതൊക്കെ ഉള്ളതൊക്കെ കൊള്ളാൻ തോന്നുന്നു. കാണിച്ചു കൊടുക്കാം. എല്ലാവർക്കും കഴിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ പിച്ച് കഴിക്കാം. മാച്ചിലടിക്കുന്നത് ശരിയല്ല. അതെ ഇതിൻ്റെ അകത്ത് കുറച്ച് റെഡ് സോസ് കൂടുതലാണ്. എൻ്റെ അത്ര ഞാൻ അത്ര റെഡ് സോസിന്റെ ആളല്ല. അതുപോലെ ഇതെല്ലാം മറ്റേ പിക്കിളാണ്. പിക്കിൾ എനിക്ക് ഇഷ്ടമാണ്. അമ്മേ ഡയറ്റിന് പറ്റിയ സാധനം. കൈപ്പ പൊള്ളി പോയത്. പ്ലേറ്റിനും ചൂട്. എന്താ പ്ലേറ്റിനും ചൂട്? ഇത് ഇപ്പൊ ഞാൻ വായിൽ വെച്ചതേ എന്റെ വാപ്പ കുറച്ചേരം നമുക്ക് ട്രൈ ചെയ്യാം. അത് വേറെ ആരെ കൊണ്ടുവന്നാലേ മുതലാവില്ല. എല്ലാരും കുറച്ച് കഴിക്കും വിടും. അവർക്ക് ഞാൻ എത്ര മേടിച്ചോണ്ടാലും അവിടെ കഴിച്ചോണ്ടേ പറയാൻ പറഞ്ഞപ്പോ ഇത്രയും അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. പിന്നെ ഒറിജിനലായിട്ട് പറഞ്ഞു ഉള്ള കാര്യം പറഞ്ഞു. നല്ല കൂടിയാ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാണ്. ഇതിന്റെ പാസ്ത അല്ലേ? നമ്മുടെ പ്രോൺസ് പാസ്ത. ഞാൻ ആദ്യമായിട്ട് പ്രോൺസിലൊരു പാസ്ത ആയിരിക്കുന്നേ. നല്ല ചൂടോടെ എൻ്റെ വാ മിക്കവാറും പൊള്ളും. ട്രൈ ചെയ്യുന്നുണ്ടേ. ഭയങ്കര ചീസി. ഇതിൽ ഗാർലിക് ഇട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇതിൻ്റെ പ്രോൺസ് ഒന്നും കിട്ടിയില്ല. കിട്ടിയത് ആക്ച്വലി ഇവിടുത്തെ ഫുഡ് കുറച്ച് കോസ്റ്റ്ലി ആണ്. ബട്ട് വേർത്തി ആണെന്ന് വെച്ചാൽ ഈ ഹോട്ട് വിങ്സ് കൊള്ളാം. എനിക്ക് അതത്ര വലിയ സുഖം തോന്നും. അതിൻ്റെ പേരെന്താ? ചിക്കൻ സാൻഡ്വിച്ച്. ഇനി ഒരു സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാണിച്ചു ഒരു ഡെസേർട്ടൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമാണ് ഫ്രഞ്ച് ടോസ്റ്റ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടായി കഴിക്കുന്നത് ഇഷ്ടമാണ്. ഫ്രഞ്ച് ടോസ്റ്റ് ഇഷ്ടമാണ്. അതുകൊണ്ട് ട്രൈ ചെയ്യാം. വീട്ടിലിടയ്ക്കിടയ്ക്ക് അമ്മ ഉണ്ടാക്കിയതേ ഞാൻ കഴിക്കും. അത് പറഞ്ഞു നോട്ടപ്പോൾ ഞാനും ഉണ്ടാക്കും. എനിക്ക് ഫ്രീ ടൈം ഇല്ല. അതുകൊണ്ട് കഫേ പറ്റി രണ്ട് പറയാം. കുറച്ച് കോസ്റ്റ്ലിയാണ്. നമ്മളല്ലേ ഒത്തിരി പേരുമായിട്ട് ഈ റേറ്റിൽ നമ്മൾ ഒത്തിരി പേരായിട്ട് മുന്നിൽ പോയി അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഒത്തിരി ഫുഡ് ടേബിൾ നിറഞ്ഞിട്ടുണ്ട്. എങ്കിലും അത്ര എനിക്ക് തോന്നിയിരുന്നു ഇത്രയും കോസ്റ്റ്ലി വേണ്ടായിരുന്നു അല്ലേ. ബട്ട് ഫുഡ് കൊള്ളാം. വലിയ പ്രശ്നമൊന്നുമില്ല. പഴയത്തൊക്കെ പ്രശ്നമൊന്നുമില്ല. എല്ലാ ഫുഡും ഒരുവിധം സ്റ്റാൻഡേർഡാണ്. സോ ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ആംബിയൻസ് അടിപൊളി. നല്ല ആംബിയൻസ്. കോളേജ് സ്റ്റുഡൻസ് എനിക്ക് തോന്നുന്നു ഈ ബ്രൈഡ്സ് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം പോലെ തോന്നി. എനിക്ക് ഈ ഒരു മൈൻഡ് ഉള്ളതുകൊണ്ടായിരിക്കും. നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെയാണ്. ആംബിയൻസ് എൻജോയ് ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ഗെറ്റ് ടുഗെദറൊക്കെ നടത്താൻ പറ്റിയ സ്ഥലം. ലിപ്സ്റ്റിക് ഇല്ലാത്തൊരു ജീവിതം ഇല്ല. ഫുഡ് കഴിച്ച ഉടനെ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ എന്റെ കോൺഫിഡൻസ് ലെവൽ ഫുൾ പോകും. ഈ രണ്ട് ഷെയ്ഡാണ് മിക്സ് ചെയ്തിട്ടേക്കുന്നത്. ഒന്ന് കളർ ബാറിന്റെ, ഒന്ന് സെഫോറി.
ഷെയ്ഡിലുള്ള ചേച്ചിക്ക് ഇങ്ങനെ ബ്രൈറ്റായി റെഡായി അത് കഴിഞ്ഞിട്ട് മുകളിൽ ഇതിടും ഈ സെഫോറ 94 ഇത് വന്നിട്ട് ഒരു പിങ്കിഷ് റെഡ് ആണ്. അപ്പൊ ഇത് നല്ല ബ്രൈറ്റ് ആണ്. ഇതൊരു ഡീപ്പ് ബ്രൗൺ. എന്റെ കളർ ഈ പിടിക്കുന്നുണ്ട് സെഫോറ. എങ്ങനെയുണ്ട് ഗൈസ്? ഓക്കേ, എന്നിട്ട് എനിക്ക് റിഗ്രറ്റ് അടിച്ച് വയ്യ. എന്റെ വയറൊക്കെ ചാടും. ഡയറ്റ് എടുക്കണം വിചാരിച്ച് വയ്യ. ഡെലിവറിക്ക് ശേഷം എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കും തോന്നുന്നു. ക്രേവിങ്സ് ഇച്ചിരി കൂടുതലാണ്. ഇന്ത്യയിലൊക്കെ പൊളിയല്ലേ, ബാക്ക്ഗ്രൗണ്ട് പൊളിയല്ലേ, അടിപൊളി ഒരു നൈസ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഞാൻ ഫസ്റ്റ് ടൈം വരാണ്. ഐ റിയലി ലൈക്ക് ദ ഇന്ത്യൻ ഫുഡും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ കുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.